തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ 51ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KV പ്രജീഷാണ്. നിലവിൽ CMP നെടുവട്ടം ബ്രാഞ്ച് സെക്രട്ടറിയും കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രജീഷ് നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. നടുവട്ടത്തിന്റെ കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ ഇഷ്ടങ്ങളും താൽപര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയാണ് പ്രജീഷ് ജനങ്ങളുടെ അരികിൽ വോട്ട് ചോദിച്ചെത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നാണ് നടുവട്ടത്തിന്റെ സ്വന്തം KV പ്രജീഷിന്റെ വാഗ്ദാനം. ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനകീയ സർക്കാരുകൾ ജനപരമായ സർക്കാരുകളായി മാറുന്നു. ഇതിൽ നിന്ന് ജനം ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ആ മാറ്റം എനിക്ക് അനുകൂലമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. UDF സ്ഥാനാർത്ഥിയായി വാർഡ് പിടിച്ചെടുക്കാൻ പ്രജീഷിനെ നിയോഗിച്ച പാർട്ടിയും വാർഡിന്റെ വികസനത്തിനും ജനങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ സൗകര്യം, നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സഹകരണ സ്ഥാപനം, വാർഡിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സഹകരണ ഡയാലിസിസ് കേന്ദ്രം എന്നിവ KV പ്രജീഷ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പിലാക്കുമെന്ന് CMP ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ പറഞ്ഞു. പിന്നെ പ്രധാനമായി ബേപ്പൂർ ഹെൽത്ത് സെന്റർ, ആ ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ കാണാം 8:30 മണിക്ക് രോഗികൾ തിങ്ങിക്കൂടാൻ. കഴിഞ്ഞ കാലത്തൊക്കെ പഞ്ചായത്ത് ഉണ്ടാകുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ കിടപ്പ് രോഗികൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാക്കിയത് മാറ്റുമെന്നാണ് പറയുന്നത്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ കൂടുതൽ ജനസംഖ്യയുടെ ഈ പ്രദേശത്ത് ഒരു കിടത്തി ചികിത്സിക്കാവുന്ന ഒരു കേന്ദ്രം ആവശ്യമാണ് എന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ പൊതു ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം മുൻഗണന കൊടുക്കുന്ന കാര്യം ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. രണ്ടാമത് ഇവിടെ തൊഴിൽ മേഖലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു കാർഷിക മേഖലയിൽ 51ാം വാർഡ്, പക്ഷേ ആ കാർഷിക മേഖലയൊക്കെ പോയി. പക്ഷെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ കൗൺസിലറുടെയും ആ വാർഡിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നു. എത്ര തൊഴിൽ കിട്ടി എന്നുള്ളതിൻ്റെ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 ആളുകൾക്ക് പങ്കാളിത്തമുള്ള ഒരു സഹകരണ മേഖലയിലെ സ്ഥാപനം ഞങ്ങൾ അവിടെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. മീഞ്ചന്ത ഗവൺമെന്റ് ബോയ്സ് HS ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യത നേടിയ KV പ്രജീഷ് പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി പൊതുപ്രവർത്തനത്തിൽ സജീവമായി. നടുവട്ടം സമന്വയ സാംസ്കാരിക സമിതിയുടെ മുൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നടുവട്ടത്തെ കലാ സാംസ്കാരിക വേദികളിലും KV പ്രജീഷ് സജീവ സാന്നിധ്യമാണ്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്